ഇത്? രണ്ടുപേരും വഴക്കൂടുമ്പോ നിങ്ങൾ എരിവേറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യാനാ അച്ഛാ? അവരായ അവരുടെ പാടായി. അച്ഛൻ അതെ അവരെ പിടിച്ചോട്ടെ, ഞങ്ങളെ ഉപദേശിക്കാം. ബസ് ചാങ്ങളമാര് എന്തുവാടി പ്രശ്നം? എന്തുവാ? എന്തോന്നാടേ അവിടെ രണ്ടുപേര് വഴക്കൂടി മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുക. ഇവിടെ നിങ്ങൾ പിള്ളേർ ചേർന്ന് വഴക്കുണ്ടാക്കും. എന്താ? ഞാനൊന്നും ചെയ്തൊന്നുമില്ല. ഇത്തിരി സമാധാനത്തോടെ നടന്ന കാര്യം എന്താന്ന് പറ. അച്ഛാ എന്താ അച്ഛാ, കൃഷ്ണേച്ചി ഒരു പാറ്റയെ പേടിച്ചിട്ടുള്ളൊരു വീഡിയോ മധു ചേച്ചിന്റെ ചാനലിൽ ഇട്ടു. അത് വൈറലായി. ഇത്രേ ഉള്ളൂ. അതിന് വൈറലായാലും എന്തിനാ വഴക്കിടുന്നത്? ഇവൾ എന്റെ ചാനലിൽ പ്രാവിട്ട് ഇപ്പൊ കിട്ടുന്ന വ്യൂസ് ഒക്കെ പോയി, സബ്സ്ക്രൈബേഴ്സും പോയി, ഫോളോവേഴ്സും പോയി, എല്ലാം പോയി. അച്ഛാ എങ്ങനെ പോയെന്നറിയാവോ? കൂടുതൽ നാക്ക് ഇവളുടെ നാക്ക് അത് പിഴുത് കാണാം, അപ്പൊ ശരിയാവും. വായടച്ചു പോയി. അവള് പറയട്ടെ, പറഞ്ഞേ എന്താ? ഈ ചെറുക്കൻ പേടിക്കുന്ന വീഡിയോ എടുത്തിട്ട് ഏത് മറ്റേ പാമ്പിനെ കണ്ട് തുള്ളിച്ചാടിയൊക്കെ പോകുന്നേ? അതന്നെ, അത് വൈറലായി. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി ഇവ അഭിനയിച്ച് കൊളവാക്കിയതാണെന്ന്. അഭിനയത്തെ പറഞ്ഞാണല്ലോ ഒടുക്കി ഞാൻ നിർത്തിക്ക്. അപ്പൊ അതിന് ഈ പ്രാഗലുമായിട്ട് എന്താ ബന്ധം? ഇവള് പ്രാവിട്ട് എന്റെ വ്യൂസ് ഒക്കെ പോയത്. നേരത്തെ നല്ല വ്യൂസ് ഉണ്ടായിരുന്ന ചാനലായിരുന്നു. ഞാൻ പ്രാഗിട്ടൊന്നും അല്ല അച്ഛാ, ഇവന്റെ അഭിനയം കൊള്ളത്തില്ലായിരുന്നു. അങ്ങനെ പ്രാഗിയാലൊക്കെ താഴെ പോവോ റേറ്റിംഗ് ഒക്കെ? ഇവള് പ്രാവിയ റേറ്റിംഗ് ഒക്കെ പോകും. മക്കളെ, നിങ്ങൾ ഈ പാറ്റയെ പിടിക്കുന്നതും പഴുതാരെ പിടിക്കുന്നതും പാമ്പിനെ പിടിക്കുന്നതുമായിട്ടുള്ള ഈ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരം വീഡിയോ നിർത്ത്. എന്നിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണകരമാകുന്ന സാധനങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അവരെ പറഞ്ഞ വീഡിയോ ചെയ്യാം, മറ്റേ നന്മ ലോകം സഹായിക്കുന്ന വീഡിയോ, അത് നമുക്ക് ചെയ്യാം. നല്ല ഐഡിയാസ് ഒക്കെ ഉണ്ടാക്ക്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, എന്ത് ഐഡിയ ഉണ്ടാക്കുമ്പോഴും ആ കണ്ടന്റ് ക്രിയേഷന്റെ കൂടെ ഈ കരിങ്ങാലിയെ കൂടെ കൂട്ടരുത്. നീ ആ കുഴപ്പക്കാരൻ. പിള്ളേർ മര്യാദയ്ക്ക് ഇരിക്കുകയില്ലേ, അവരെ വഴക്കടിപ്പിക്കുക, എന്നിട്ട് എരിവ് കയറ്റുക. മേലാൽ ഇവനില്ലാതെ നിങ്ങൾ കണ്ടന്റ് ചെയ്തോ, നിങ്ങൾ നോക്കിയോ, ടപടപാന്ന് അത് കയറിപ്പോവും. അതൊന്നും പറ്റില്ല. എനിക്കാണ് ഇവിടെ നഷ്ടം ഉണ്ടായത്. എനിക്ക് സ്നേഹത്തിലൊന്നും പറയാൻ പറ്റില്ല. എനിക്കും പറ്റത്തില്ല. മക്കളെ, വഴക്ക് വിട്ടിട്ട് ഉഗ്രം വീഡിയോ ചെയ് കേട്ടോ. ഞാൻ അപ്പുറത്ത് പോയി വലിയ ആൾക്കാരുടെ വഴക്കൊന്ന് ശമിപ്പിച്ചിട്ട് വരാം. നിങ്ങൾ ഇനി മേലെ വഴക്കിട്ടരുത്. ഇവര് വഴക്കിട്ടാ നിനക്കിട്ട അടി കേട്ടാ. എടി പുഷ്പേ, നീ ആ കൂടോത്രം ഗീതയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ കോഴി അങ്ങ് കൊടുത്തേരടി. അല്ല, അമ്മയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വളർത്താൻ മേഘ. ഇതോട് പറഞ്ഞാൽ ചിലപ്പോൾ അവളത് മനസ്സിലാക്കും. വേണ്ടെന്നേ, ഇനി വാക്ക് വ്യത്യാസം ഒന്നും കാണിക്കണ്ട. കൊടുക്കാന്ന് പറഞ്ഞതല്ലേ, അങ്ങ് കൊടുത്തേരെ. ഹലോ, നമുക്ക് ആ കോഴിയെ അങ്ങ് വളർത്തിയാലോ? വേണ്ട. എന്തോടി? ഇനി എൻ്റെ അമ്മക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യത്തില്ല. അമ്മയുടെ വാക്കിനെ വില. അല്ല അമ്മേ? പിന്നെ കണ്ടോടാ, അമ്മയുടെ വാക്കിന് മാത്രമേ വീട്ടിൽ വിലയുള്ളൂ. ആ, അമ്മയുടെ വാക്കിന് മാത്രമേ വിലയുള്ളൂ. കാക്ക വല്ലതും മലന്ന് പറക്കുന്നുണ്ടോ ആവും നോക്കിയേക്കാം. അല്ല, ഇതുവരെ കാണാൻ പറ്റാത്ത ചില കാഴ്ചകളും സംസാരങ്ങളും ഒക്കെ ആണല്ലോ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലേ, ഞാൻ എങ്ങനെയാ നിൽക്കേണ്ടത്? പിന്നെ സ്നേഹത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതിനും കുറ്റം, അല്ലാത്ത രീതിയിൽ നിന്നാൽ അതിനും കുറ്റം. നിങ്ങൾ എന്തിനാ കുറ്റം പറയാത്തെ? അയ്യോ, ഇങ്ങനെ നിന്നാ മതി. ഇങ്ങനെ കാണാനാ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അതൊന്നല്ല മനസ്സിൽ ദുഷ്ടത്തരാൻ. ഒരു ദുഷ്ടത്തരവും ഇല്ല. ഭഗവാനാണ് സത്യം. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവരുതേ എന്ന് ഡെയിലി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അല്ലേലും ഞങ്ങൾ ഒരിക്കലും വഴക്കൊന്നും ഉണ്ടാവില്ല. എന്റെ പൊന്നുമോളല്ലേ അവള്. ഭയങ്കരം തന്നെടോ, ഭയങ്കരം തന്നെ കേട്ടാ. അമ്മായിമ്മ മരുമോളും തമ്മിലുള്ള സ്നേഹം. ഭഗവാനെ, എന്ന് ഇവരിങ്ങനെ അങ്ങ് പോണേ സ്നേഹത്തില്. ഞങ്ങൾ ഇങ്ങനെ തന്നെ പോകും. നന്നായിരിക്കട്ടെ കേട്ടോ, നന്നായിരിക്കട്ടെ. എന്നും ഇങ്ങനെ വേണേ. ഞാൻ പോയി കഴിയുമ്പോ കിടന്ന് അടി കൂട്ടരുതേ. പിന്നെ എടി പോടാ, നീ പോ. പറന്ന് ഞാനും കൂടെ കാര്യം. നീ കേൾക്കാനുള്ളതല്ല. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. നീ കേൾക്കേണ്ട ആവശ്യം എന്താ? മുഖത്തുടുത്തിരിപ്പുണ്ടല്ലോ മരുമോളുമായിട്ട് കോംപ്രമൈസ് ചെയ്തപ്പോ. ഇതിന് സൗന്ദര്യം കൂടിയോന്നൊരു സംശയം. ചക്കരേ